السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وصائر الماضين والمحبين والعاشقين وأصلافهم وأخلافهم وجميع المؤمنين. الصلاة والسلام عليك يا سيدنا يا قاسم رزق الله. بسم الله الرحمن الرحيم. وإذ تقول للذي أنعم الله عليه وأنعمت عليه صدق الله العظيم. قال رسول الله صلى الله عليه وسلم: يعلموا أن الأرض لله ولرسوله. يعلموا أن الأرض لله ولرسوله. رواه الإمام البخاري في صحيح البخاري കിതാബ് ജിഹാദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ഇഖ്തിയാറാത്തും തസറുഫാത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾക്ക് ഇഖ്തിയാറാത്തും തസറുഫാത്തും ഒരുപാട് പവറുകൾ, ഒരുപാട് കൈകാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി, പവറ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ഇഖ്തിയാറാത്ത് തസറുഫാത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പരിശുദ്ധ ഖുർആനിൻ്റെയും അഹാദീസിൻ്റെയും സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും മുതൽ ഇന്ന് വരെയുള്ള ഹക്കിൻ്റെ അഹ്ലുകാരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് വിശ്വസിച്ചു വരുന്ന, ഉറപ്പിച്ചു വരുന്ന ഒരു സംഗതിയാണ് ഈ പുണ്യവിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട്. അവിടുത്തെ പ്രത്യക്ഷമായ ഹയാത്തിലും അവിടുത്തെ പ്രത്യക്ഷമായ ഹയാത്തിൻ്റെ ശേഷമുള്ള ഹയാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾക്ക് അല്ലാഹു നൽകിയ തസറുഫാത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഇമാമിയങ്ങൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവുൽ ഹദീസിൽ അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം അവരുടെ പ്രത്യക്ഷമായ ഹയാത്തിൻ്റെ ശേഷം അവരുടെ ഖബ്റുകളിൽ നിന്ന് തസറുഫാത്തിന് പുറപ്പെടാണ് സമ്മതം നൽകപ്പെടും എന്ന വിഷയത്തിൽ ഒരു അധ്യായം തന്നെ എഴുതുകയും അവിടെ മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ രേഖപ്പെടുത്തതായി കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ തസറുഫാത്തിനെ സംബന്ധിച്ചും ഇഖ്തിയാറാത്തിനെ സംബന്ധിച്ചും ഒരുപാട് ഹദീസുകളും അതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുകയും മാത്രമല്ല തസറുഫാത്ത്, ഇഖ്തിയാറാത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് ആയത്തുകളിൽ നിന്ന് മഹാന്മാർ വിശദീകരിച്ചത് കാണാം. സൂറത്തു ശൂറ 21 അഗ്നാഹുമുല്ലാഹു റസൂലുഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഐശ്വര്യത നൽകും എന്ന് സൂറത്തു ശൂറ 21 പറഞ്ഞത് കാണാം. വലൗ അന്നഹും റളൂമ ആതാഹുമുല്ലാഹു റസൂലുഹു വഖാലു ഹസ്ബുനല്ലാഹു സയുഅ്തീനല്ലാഹു മിൻ ഫളിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ. അള്ളാഹും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ശേഷം നൽകുമെന്ന് സയൂത്തീൻ അല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹു ശേഷം നൽകും, അവൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകും. അതിന് മുമ്പ് അള്ളാഹും അവൻ്റെ റസൂലും നൽകിയതിൽ അവർ തൃപ്തിപ്പെടുകയാണെങ്കിൽ ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തു തൗബ 74-ാമത്തെ ആയത്ത്, അതുപോലെ നേരത്തെ ഓതിയ ആയത്ത് വഇദ് തഖൂലു ലില്ലദീ അൻഅമല്ലാഹു അലൈഹി വ അൻഅംത അലൈഹി, അല്ലാഹു നിഅമത്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തങ്ങളും നിഅമത്ത് ചെയ്യുമെന്ന് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബ് 37-ൽ പറഞ്ഞു. അതുപോലെ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ, അവിടുത്തെ പവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലും മറ്റും പറയാണ്. സൂറത്തുൽ അറാഫ് 157-ൽ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്, ആ പ്രവാചകർ നിങ്ങൾക്ക് ഹലാലായ ശുദ്ധമായ വസ്തുക്കളെ നിങ്ങൾക്ക് ഹലാലാക്കുകയും അതുപോലെ അഷണ്ട വസ്തുക്കളെ നിങ്ങൾക്ക് ഹറാമാക്കുകയും ചെയ്യും. അള്ളാഹിന്റെ ഹബീബ് ഹലാലാക്കും, അള്ളാഹിന്റെ ഹബീബ് ഹറാമാക്കും എന്ന് വ്യക്തമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തുൽ ആറാഫ് 157. അത്രമാത്രം പവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സൂറത്തു തൗബ 29-ൽ ഖാതിലുൽ ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിരി വലാ യുഹർറിമൂന മാ ഹറമല്ലാഹു വറസൂലുഹു, ഖാതിലുൽ ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വാസം ഖിയാമത്ത് നാളെ കൊണ്ട് വിശ്വസിക്കാത്ത ആളോട് സമരം ചെയ്യാൻ പറഞ്ഞ ഉടനെ പറഞ്ഞത് വലാ യുഹർറിമൂന മാ ഹറമല്ലാഹു വറസൂലുഹു, അല്ലാഹും അവന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ഖുർആനിലാണ് പറയുന്നത് സൂറത്തു തൗബ 29-ാമത്തെ ആയത്തിൽ വലാ യുഹർറിമൂന മാ ഹറമല്ലാഹു വറസൂലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളും ഹറാമാക്കിയത് അവർ ഹറാമാക്കൂല. അത്രമാത്രം അള്ളാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു പവർ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത് സൂറത്തു തൗബ 29. മാത്രമല്ല സൂറത്തുൽ അഹ്സാബ് 36-ൽ പറയുന്നത് വമാ കാന ലിമുഅ്മിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു, അല്ലാഹും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതിന് എതിര് പ്രവർത്തിക്കൽ ഒരു മുഅ്മിനും മുഅ്മിനത്തിനും യോജിച്ചതല്ല. എന്നിട്ട് പറയാണ് ഒരു കാര്യം ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന, അല്ലാഹും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ് കാണിച്ചാൽ എതിർ പ്രവർത്തിച്ചാൽ വ്യക്തമായ ദുർമാർഗം അവർക്കുണ്ടാകുമെന്നും അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ ആ കാര്യത്തിൽ അള്ളാഹു അവർക്ക് ഇഷ്ടാനുസരണം നൽകിയിട്ടുണ്ട് എന്നും പരിശുദ്ധ ഖുർആന പറയുന്നത് സൂറത്തുൽ അഹ്സാബ് 36-ാമത്തെ ആയത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾക്ക് എത്രമാത്രം പവറുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വമാ ആതാക്കും റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫൻതഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ കബൂൽ ചെയ്യുക, നിങ്ങൾ സ്വീകരിക്കുക. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടഞ്ഞത് വിരോധിച്ചത് നിങ്ങൾ വെടിയുകയും ചെയ്യുക. സൂറത്തുൽ ഹശ്ർ 7. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ഒരുപാട് അഹാദീസിലും ഇഖ്തിയാറാത്തുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഖ്തിയാറാത്തും തസറുഫാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്ത് കാണുന്ന ഒരുപാട് ഹദീസുകൾ കാണാം. ഹദീസിന്റെ കിതാബുകൾ എത്രയാണുള്ളത്. ഇമാം ബുഖാരി തങ്ങൾ, ഇമാം മുസ്ലിം തങ്ങൾ അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിലും സ്വഹീഹുൽ മുസ്ലിമിൽ ഒരു നീണ്ട ഹദീസിൽ പറഞ്ഞത് കാണാം. ഭൂമിന്റെ ഖജനാവിന്റെ താക്കോലുകൾ മുഴുവനും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്റെ കയ്യിൽ അതിനൊക്കെ വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് പവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ കിതാബുൽ ജിഹാദി വസിഹർ നുസിർതു ബിർറുഅബി മസീറത്ത ഷഹർ എന്ന അധ്യായത്തിൽ രേഖപ്പെടുത്താണ്. ഇമാം മുസ്ലിം തങ്ങൾ കിതാബുൽ മസാജിദ് വ മവാദിസ് സ്വലാത്ത് ബാബുൽ മസാജിദ് വ മവാദിസ് സ്വലാത്ത് രേഖപ്പെടുത്താണ്. ഇമാം ബുഖാരി തങ്ങളുടെ 2977-ാമത്തെ ഹദീസാണ് 492-ാമത്തെ പേജിൽ.
ഇമാം മുസ്ലിം തങ്ങളുടെ സ്വഹീഹ് മുസ്ലിം 1167 ഹദീസ് 213 പേജ് വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉതീതു ബി മഫാത്തിഹി ഖസാഇനിൽ അർള്, ഭൂമിന്റെ ഖജനാവിന്റെ എല്ലാം താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത്ര പവർ അല്ലാഹു നൽകിയിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജല. ഇതിന് ഒരുപാട് അർത്ഥങ്ങൾ മഹാന്മാർ പറഞ്ഞത് കാണാം. ഫാരിസ് റൂമിന്റെ രാജാക്കന്മാരുടെ ഖസനാവുകളും സ്വഹാബത്തിന്റെ കയ്യിലേക്ക് എത്തി. അതിന് മറ്റൊരർത്ഥം, ഈ ലോകത്തിന്റെ ഈ ദുനിയാവിൽ ഒരുപാട് വിഷയത്തിലെ ഖസനാവുകളുണ്ട്. അതിൻ്റെയൊക്കെ റിസ്ഖ് അള്ളാഹുവിന്റെ ഹബീബിനിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ലാഹിറും ബാത്തിന്റെ തർബിയത്ത് അള്ളാഹുവിന്റെ ഹബീബിനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഗൈബിന്റെ താക്കോലുകളൊക്കെ അള്ളാഹുവിന്റെ ഹബീബിനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് മറ്റൊരു ഹദീസിൽ തഹദീസുൻ നിഅമത്ത് എന്നൊക്കെ ധാരാളം പറഞ്ഞ സ്ഥലത്ത് ഇതും പറഞ്ഞു, ഇന്നമാ അന ഖാസിമുൻ വൽ മുഅതി ഹുവല്ലാഹ്. ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി എന്നും ഇന്നമാ ഖാസിമുൻ വഖാസിനുൻ വല്ലാഹു യുഅതി എന്ന് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഇൽമിലും കിതാബുൽ ജിഹാദിലും രേഖപ്പെടുത്തുന്നതായി കാണാം. മാത്രമല്ല സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ഹദ്റത്തിൽ വന്ന് പറഞ്ഞല്ലോ, ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറൻ അൻസാഹു, ഞാൻ ഒരുപാട് ഹദീസുകൾ കേൾക്കുന്നുണ്ട് തങ്ങളിൽ നിന്ന്, പക്ഷെ എല്ലാം മറന്നു പോകുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉബ്സുത്ത് റിദാഅക, നിങ്ങളെ തട്ടത്തിനത് വിരിക്കുക. അങ്ങനെ വസത്തുഹു, ഞാൻ വിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ചെയ്ത ഫിഅ്ലു മുബാറക്കിനെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ഫഗറഫ ബിയദൈഹി, അവിടുത്തെ ശറഫാക്കപ്പെട്ട രണ്ട് കൈകളെ കൊണ്ട് കോരെടുത്തു. എന്തോന്ന് കോരെടുത്തു, കാണുന്ന വസ്തു ഒന്നല്ല, കോരെടുത്ത മാതി കോരെടുത്തിട്ട് സുമ്മഖാല ളുമ്മഹു, പിടിച്ചോളീൻ, കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫളമംതുഹു, ഞാൻ അതിനെ കൂട്ടി, ഫമാ നസീതു ശൈഅൻ ബഅദഹു, അതിനുശേഷം ഒരൊറ്റ വസ്തു ഞാൻ മറന്നിട്ടില്ല എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കിതാബുൽ ഇൽമിന്റെ ബാബു ഹിഫ്ളുൽ ഇൽമ് 119 ഹദീസ് ഷരീഫ് 25-26 പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട്, അന്ന അഹ്ല മക്കത സഅലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുരിയഹും ആയതൻ ഫറാഹുമുൽ ഖമറ ശിഖ്ഖതൈൻ ഹത്താ റഅൂ ഹിറാഅൻ ബൈനഹുമാ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മക്കക്കാർ വന്ന് പറഞ്ഞല്ലോ, ദൃഷ്ടാന്തം കാണിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ചന്ദ്രത്തിന് 2 കഷ്ണമാക്കി. മൽബാറിൽ മറക്കാൻ പറ്റാത്ത മുഅ്ജിസത്ത് മുബാറക്കയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാർ വന്ന് ചോദിച്ചപ്പോൾ 2 കഷ്ണമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ പർവ്വതത്തിന്റെ ചന്ദ്രത്തിനെ അവർ കണ്ടത്. സുബ്ഹാന ജല്ല ജലാലുഹു, ആ 2 ചന്ദ്രത്തിന്റെ ഇടയിലാണ് അവർ ഹിറാ പർവ്വതത്തിനെ കണ്ടത്. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബ് മനാഖിബുൽ അൻസാർ ബാബുൻ ശിഖാഖുൽ ഖമർ 3868 ഹദീസ്, അതായത് 3868 ഹദീസ് 649 പേജിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല മുശ്രിക്കീങ്ങൾ സയ്യിദുന അമ്മാർ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനെ തീയിലിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാർ റളിയല്ലാഹുവിന്റെ തലയിൽ കൈ തടവിക്കൊണ്ട് പറഞ്ഞു, യാ നാർ കൂനി ബർദം വസലാമൻ അലാ അമ്മാർ കമാ കുന്തി അലാ ഇബ്രാഹീം. ഓ തീയേ, അമ്മാർ റളിയല്ലാഹു അൻഹു, തീയിലിടപ്പെട്ട അമ്മാർ റളിയല്ലാഹുവിന്റെ മേല് ബഹുമാനപ്പെട്ട ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തീയേ, അമ്മാറിന്റെ മേല് തണുപ്പും സലാമുമാകണം ഇബ്രാഹിം നബിന്റെ മേലായതുപോലെ. ആ സമയത്ത് ആ തീ തണുത്ത സംഭവം, സലാമത്തോടുണ്ടായ സംഭവം ബഹുമാനപ്പെട്ട
ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തബഖാത്തുൽ കുബ്ര, തബഖാത്തുൽ ബദ്രിയ്യീന മിനൽ മുഹാജിരീൻ, ഒന്നാമത്തെ തബഖ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് രണ്ടാം വാല്യം 219 രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ഖസായിസുൽ കുബ്ര ബാബുൽ ആയത്തി ഫിന്ന രണ്ടാം വാല്യം 134 പറയാണ്. എത്രമാത്രം പവറാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ തസറുഫാത്തും അവിടത്തേക്ക് നൽകിയ ഇഖ്തിയാറാത്തും ധാരാളം ഹദീസുകൾ. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹക്കം ഇബ്നു അബിൽ ആസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ, അവിടുത്തെ പുണ്യവാക്കുകൾ പറയുമ്പോൾ ഹക്കമിന്റെ മുഖം കേടുവരും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, കുൻ കദാലിക, നീ അങ്ങനെ തന്നെ ആയിക്കോ. പക്ഷേ അതിന്റെ ശേഷം മരണം വരെ ഹക്കമിന്റെ മുഖം വളരെ മോശമായി എന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദർക്കിന്റെ കിതാബു തവാരീഖിൽ മുതഖദ്ദിമീൻ 4-ാം വാല്യം 1590 രേഖപ്പെടുത്തതായി കാണാം. 4241 ഹദീസ്. മാത്രമല്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിലും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിലും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം നസായിയും ഇമാം ഇബ്നു മാജയും റളിയല്ലാഹു അൻഹും ഈ മഹത്തുക്കളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു പുണ്യ ഹദീസ്, സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഹദീസ്. പക്ഷേ ആ ഹദീസ് കേൾക്കുമ്പോൾ ആ സുന്നത്തായ പ്രവർത്തനത്തിന്റെ മഹത്വം, അതോടുകൂടെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു എത്ര പവർ കൊടുത്തിട്ടുണ്ട് എന്നും നാം ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ഔ അലന്നാസി ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി സ്വലാത്തിൻ. എന്റെ ഉമ്മത്തിന്റെ മേൽ പ്രയാസമില്ലായിരുന്നെങ്കിൽ, മറ്റൊരു റിപ്പോർട്ടിൽ അലന്നാസ് കാണാം, ജനങ്ങൾക്ക് പ്രയാസമില്ലായിരുന്നെങ്കിൽ ഞാൻ മിസ്വാക്ക് കൊണ്ട് എല്ലാ നിസ്കാരത്തിലും മിസ്വാക്ക് കൊണ്ട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അതായത് നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. സുന്നത്ത് ഏതായാലും ഉണ്ടല്ലോ, നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കാര്യം നിർബന്ധമാക്കാനും അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഉമ്മത്തിനിക്ക് പ്രയാസമുള്ളത് കൊണ്ടാണ് ഞാൻ കൽപ്പിക്കാത്തത് എന്നതാണ് ഈ ഹദീസിന്റെ പൊരുൾ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്ത കിതാബു ത്വഹാറത്തിൽ മാ ജാഅ ഫി സിവാക്, അതുപോലെ മുസ്നദ് ഇമാം അഹ്മദിൽ 7343 ഹദീസാണ്. ഇമാം ബുഖാരി തങ്ങൾ കിതാബുൽ ജുമാ ബാബു സിവാക് യൗമുൽ ജുമാ, സഹീഹ് മുസ്ലിം കിതാബു ത്വഹാറത്ത് ബാബു സിവാക്, സുന്നസായി കിതാബു ത്വഹാറത്ത് ബാബു റുഖ്സത്തി ഫി സിവാക് ബിൽ അശീരി സ്വൈം, സുനൻ ഇബ്നു മാജ കിതാബു ത്വഹാറത്ത് വ സുനനിഹ ഈ ബാബു സിവാക്, അങ്ങനെ തുടങ്ങിയ എല്ലാ മുഹദ്ദിഥീങ്ങളും റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ശരീഫ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യും. ഇമാം തുർമുദി തങ്ങൾ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്നു. സയ്യിദുനാ സയ്യിദ് ഇബ്നു ഖാലിദ് ജുഹനി റളിയല്ലാഹു അൻഹു തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാത്തിൻ വലാ ഖർതു സ്വലാത്തുൽ ഇശാ ഇലാ സുലുസിൽ ലൈലി. എൻ്റെ ഉമ്മത്തിനിക്ക് പ്രയാസമില്ലായിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മത്ത് മശഖത്തിൽ പെട്ടുപോകുമെന്ന് പേടിയില്ലായിരുന്നെങ്കിൽ, എല്ലാ നിസ്കാരങ്ങൾക്ക് വേണ്ടി മിസ്വാക്ക് ചെയ്യാൻ ഞാൻ നിർബന്ധമാക്കിയിരുന്നു. ഇശാ നിസ്കാരത്തിന് ഞാൻ സുലുസുൽ ലൈൽ വരെ പിന്തിച്ചിരുന്നു എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം തുർമുദി തങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദ് ഷാമിയീൻ ഹദീസ് സയ്യിദ് ബിൻ ഖാലിദ് ജുഹനി 29 ഹദീസ്. അതുപോലെ ഇമാം തുർമുദി തങ്ങളുടെ ബാബു മാ ജാഅ ഫി സിവാക് 23 ഹദീസ് പേജ് 28. ഇങ്ങനെ തുടങ്ങിയ ഹദീസുകൾ എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട ഒരു സംഭവമാണ്. ഒരു സ്വഹാബി, അതായത് ഹുസൈമ റളിയല്ലാഹു അൻഹുവിക്ക് മഹാനവറുകളുടെ ഒരു സാക്ഷി ബഹുമാനപ്പെട്ട സാക്ഷി നിന്നാൽ 2 സാക്ഷികളുടെ സ്ഥാനത്താണ്. ഒരു നീണ്ട സംഭവത്തിൽ ഹുസൈമ റളിയല്ലാഹു അൻഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഹുസൈമ റളിയല്ലാഹു അൻഹു സാക്ഷി നിന്നാൽ 2 ആളുകൾ സാക്ഷി നിന്ന പോലെയാണ്. അള്ളാഹു അത്ര പവർ അള്ളാഹുവിന്റെ ഹബീബിനെ കൊടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 2 ആൾ സ്ഥാനത്ത്, 2 ആൾ സാക്ഷിയുടെ സ്ഥാനത്താക്കാനുള്ള കഴിവ്. ഇമാം ബുഖാരി തങ്ങൾ കിതാബു തഫ്സീർ
ഫമിൻഹും മൻ ഖദാ നഹബഹു വമിൻഹും മൻ യന്തദിർ വമാ ബദ്ദലു തബ്ദീല എന്ന ആയത്ത് സൂറത്തുൽ അഹ്സാബ് 23 അതിന്റെ തഫ്സീറിൽ ഇമാം ബുഖാരി തങ്ങൾ 4784 ഹദീസ്, അതായത് 841 ഹദീസിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മുഹദ്ദിസീങ്ങൾ അബൂദാവൂദ് തങ്ങളും അതുപോലെ നസായി ഇമാം തങ്ങളൊക്കെ ഈ ഹദീസ് ഷരീഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂദാവൂദ് തങ്ങൾ കിതാബുൽ ഖളാ ബാബു ഇദാ അലിമൽ ഹാക്കിം അവിടെ 3607 ഹദീസ്, നസായി ഇമാം കിതാബുൽ ബുയൂ ബാബു തസ്ഹീൽ ഫി തർകി ഇശ്ഹാദ് അൽ ബൈഇ 4656 ഹദീസ്. അങ്ങനെ ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തസറുഫാത്ത് അറിയിക്കുന്നുണ്ട്, ഇഖ്തിയാറാത്ത് അറിയിക്കുന്നുണ്ട്, അവിടുത്തെ പവർ അറിയിക്കുന്നുണ്ട്. എല്ലാ വർഷം ഹജ്ജ് നിർബന്ധമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടപ്പോൾ ലൗ ഖുൽതുഹാ നഅം ലവജബത്, ഞാൻ ആന്ന് പറഞ്ഞ നിർബന്ധവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് വബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് കാരുണ്യമുള്ളവരും കിർഫുള്ളവർ ആയതുകൊണ്ടാണ് എന്റെ ഉമ്മത്തിനിക്ക് നിർബന്ധമായി പോകുമെന്ന് പേടിച്ചുകൊണ്ട് പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദവാമിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അഹാദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കുന്ന ഏവർക്കും ഇത് അറിയുന്ന സംഗതിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോടുള്ള കിർഫ കൊണ്ടിട്ട് റഹ്മത്ത് കൊണ്ട് ആ ദായിമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിവാക്കും. കാരണം ഇത് ഉമ്മത്തിനിക്ക് നിർബന്ധമായാൽ ഉമ്മത്തിന് പ്രയാസത്തിൽപ്പെട്ടു പോകുമല്ലോ. ഇത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഈ ഹദീസുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവറുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിനിക്ക് കൊടുത്ത കഴിവുകൾ ധാരാളമുണ്ട്. എത്രയെത്ര മഹത്തുക്കളാണ്. ഒരുപാട് ഇമാം ഖസ്തലാനി, ഇമാമുർ റബ്ബാനി അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഖസ്തലാനി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മവാഹിബുൽ ലദുന്നിയ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഫഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗദുഉ നുഫൂദിൽ അംർ ഫലാ യൻഫദു അംറുൻ ഇല്ലാ മിൻഹു വലാ യൻഖുൽ ഖൈറുൻ ഇല്ലാ അൻഹു അലാ ബി അബി മൻ കാന മലികം വസയ്യിദാ വആദമു ബൈനൽ മാഇ വത്തീനി വഖിഫൂ ഇദാ റാമ അംറൻ ലാ യകൂനു ഖിലാഫുഹു വലൈസ ലിദാകൽ അംരി ഫിൽ കൗനി സാരിഫൂ എന്ന ബൈത്ത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ പവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്റാറിന്റെയും കമാലാത്തിന്റെയും ഖജനാവാണ്. ഇലാഹിയായ കമാലാത്തിന്റെയും അസ്റാറിന്റെ റബ്ബ് സുബ്ഹാനഹു തആല നൽകിയ കമാലാത്തുകളുടെയും അസ്റാറുകളുടെയും ഖജനാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കൽപ്പനകളെ നാഫിദാക്കാനുള്ള മർത്തബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വെച്ചിട്ടാണ് നാഫിദാകുക. എല്ലാ ഖൈറും നിഅമത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവസ്സുൽ കൊണ്ടിട്ടാണ് ലഭിക്കപ്പെടുക എന്നൊക്കെ ഈ 2 ബൈത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മവാഹിബുൽ ലദുനിയ മഖ്സദ് 1 ഒന്നാം വാല്യം 56-ാമത്തെ പേജിൽ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. മാത്രമല്ല ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ജൗഹറുൽ മുനല്ലം 42-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫത്തുല്ലാഹി അല്ലദീ ജഅല ഖസാഇന കറമിഹി വമവാഇദ നിഅമിഹി തൗഅ യദൈഹി വതഹ്ത ഇറാദതിഹി യുഅതി മിൻഹുമാ മൻ യശാഅ വയംനഉ മൻ യശാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഖലീഫയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് ഖജനാവ് അവിടത്തെ അതുപോലെ നിഅമത്തുകൾക്കുള്ള സുപ്രകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശറഫാക്കപ്പെട്ട കയ്യിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. അത്ര പവർ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇറാദത്തിന്റെ ഉദ്ദേശത്തിന്റെ തഹത്തിൽ അല്ലാഹു തആല പവർ കൊടുത്തിട്ടുണ്ട്. യുഅതി മിൻഹുമാ മൻ യശാഉ വയംനഉ മൻ യശാഉ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുകയും അതുപോലെ ആ 2 കയ്യിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് കൊടുത്ത പവർ അനുസരിച്ച് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുകയും അതേപോലെ ഉദ്ദേശിക്കാത്തവർക്ക് തടയുകയും ചെയ്യുന്ന പവർ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ജൗഹറുൽ മുനല്ലം 42-ാമത്തെ പേജിൽ കാണാം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഅലമു അന്നൽ അർള ലില്ലാഹി വലിറസൂലിഹി. നിങ്ങൾ അറിയണം
തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആലാക്കും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഭൂമിയുടെ ഉടമസ്ഥൻ. യഥാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു നൽകിയ കൈവ് കൊണ്ട് മജാസൻ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് കിതാബുൽ ജിഹാദ് ബാബു ഇഖ്റാജിൽ യഹൂദി മിൻ ജസീറത്തുൽ അറബ് 1-ാം വാല്യം 449-ാമത്തെ പേജിൽ. എത്രയെത്ര ഹദീസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ-അത്തായ നബവിയ ഫിൽ ഫതാവ റളിയയിലും ഒരുപാട് ഇഖ്തിയാറാത്ത് തസറുഫാത്തുമായി ബന്ധപ്പെട്ട ദലായിലെ വാഫിറ ധാരാളം ദലീലുകൾ രേഖപ്പെടുത്തുന്നതായി കാണാം. അതേ സംബന്ധിച്ച് 2 കിതാബ് തന്നെ അറിയപ്പെട്ട 2 കിതാബുകൾ അൽ അംനു വൽ ഉല ലിനാഇത്തിൽ മുസ്തഫ ബിദാഫിൽ ബലാഇ സല്ലല്ലാഹു അലൈഹി വസല്ലം. 22 വാല്യങ്ങളിലുള്ള ഫതാവ റളിയ 19-ാം വാല്യം 133 മുതൽ 220 വരെ പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ്. മാത്രമല്ല ഈ മഹത്തായ ഗ്രന്ഥം 32 വാല്യങ്ങളുള്ള, അതായത് 30+2 ഫിഹ്റസ്, ആ 30-ാം വാല്യത്തിലും ഈ റിസാല നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ അൽ അംനു വൽ ഉലാ ലിനാഇത്തിൽ മുസ്തഫ ബിദാഫിൽ ബലാ അത് സെപ്പറേറ്റ് തന്നെ ആയിട്ടും ഗ്രന്ഥങ്ങൾ അറബിയിലും ഉറുദുവിലൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു കിതാബാണ് മുനിയത്തുൽ ലബീബ് അന്ന തസ്രീഅ ബിയദിൽ ഹബീബ്. അതും ഫതാവ റളിയ 22-ാം വാല്യങ്ങളിലുള്ള 19-ാമത്തെ വാല്യത്തിലും 32-ാം വാല്യമുള്ള അതിൽ 30-ാമത്തെ വാല്യത്തിലും ഈ റിസാല കാണാം. മാത്രമല്ല ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉൻമൂദജുൽ ലബീബ് ഫി ഖസാഇസുൽ ഹബീബ്, അതായത് അൽ ഖസാഇസുൽ കുബ്ര എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഖസായിസുൽ കുബ്ര, അതുപോലെ ഇമാം യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹിയുടെ ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ എന്ന ഗ്രന്ഥത്തിലൊക്കെ എത്ര പവറുകളാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയത് ധാരാളം രേഖപ്പെടുത്തുന്നതായി കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾക്ക് അള്ളാഹു നൽകിയ തസറുഫാത്ത്, അവിടത്തേക്ക് നൽകിയ ഇഖ്തിയാറാത്ത്, ഒരുപാട് ആയത്തുകളും ഹദീസുകളും അയിമത്തിന്റെ പുണ്യവാക്കുകളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അൽ അംനു വൽ ഉല മുനിയത്തുൽ നബി. മാത്രമല്ല തൗറാത്തിലും സബൂറിലുമുള്ള നമ്മുടെ മുൻഗാമികൾ ആ മഹത്തുക്കൾ രേഖപ്പെടുത്തിയ ഒരുപാട് അഖ്വാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലും അവിടുത്തെ ഇഖ്തിയാറാത്ത് തസറുഫാത്തിലും മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ശിഅ്തു ലസാറതു മഈ ജിബാലു ദഹബ്, ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ പർവ്വതങ്ങൾ എൻ്റെ കൂടെ നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ ഇഖ്തിയാറാത്തും തസറുഫാത്തും അത് നിഷേധിക്കാൻ സുബ്ഹാന ജല്ല ജലാലുഹു അവരുടെ വാദം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനല്ലേ, അപ്പൊ സാധാരണ കഴിവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന ആ പിയച്ച വിശ്വാസമാണ് ഈ ഇഖ്തിയാറാത്തും തസറുഫാത്തും മറ്റും നിഷേധിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു തആല ധാരാളം ഇഖ്തിയാറാത്ത് തസറുഫാത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു പവർ കൊടുത്തു പറഞ്ഞാല് അതിന്റെ ഉദ്ദേശം ഈ പ്രപഞ്ചത്തിന് 2 മാലിക്കുണ്ട്, ഈ പ്രപഞ്ചത്തിന് റബ്ബിനെ പോലെ ഒരു പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന് റബ്ബ് താലാനെ പോലെ ഒരു മാലിക്ക് ഉണ്ട്, അതൊന്നുമല്ല. അള്ളാഹുവാണ് മാലിക് ഹഖീഖി, അള്ളാഹു ഖദീമാണ്, അള്ളാഹു അസലിയാണ്, അബദിയാണ്, എപ്പോഴും ഉള്ളവനാണ്, എപ്പോഴും ഉണ്ടാകുന്നവൻ. യഥാർത്ഥമായി മുസ്തഖില്ലായി സ്വയം കൈവുള്ള ഇങ്ങനെയുള്ള മുസ്തഖില്ലായ മാലിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അള്ളാഹു നൽകിയ പവർ കൊണ്ട് മജാസിയായ മാലിക്കാണ്. ഈ കിതാബിന്റെ ഉടമസ്ഥൻ ഞാനാണ്, ഈ വീടിന്റെ ഉടമസ്ഥൻ ഞാനാണ്, ഈ ഫാക്ടറിയുടെ ഉടമസ്ഥൻ ഞാനാണെന്ന് സാധാരണ പറയാറുണ്ട്. ആ ഉടമസ്ഥൻ മാലിക്കി മജാസ് നിലക്കാണ്, യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് അത്വാഇ നിലക്ക്, അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് മജാസ് നിലക്ക് മാലിക്കാണ്. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിസാണ്. അള്ളാഹു തആല മാലിക് ഹഖീഖിയാണ്, ഖദീമാണ്, അസലിയാണ്, അബദിയാണ്. ആ വിഷയത്തിലെല്ലാം വഹദഹു ലാ ശരീക ലഹ്. അതേ സ്ഥാനത്ത് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് അള്ളാഹു തആല സാധാരണ മനുഷ്യന്മാർക്ക്
സാധാരണ കഴിവുകൾ നൽകും, അസാധാരണ മനുഷ്യന്മാർക്ക് അസാധാരണ കഴിവുകൾ നൽകും. നമുക്കുള്ള ഇഖ്തിയാറാത്ത്, നമുക്കുള്ള ശക്തി, നമുക്കുള്ള തസറുഫാത്ത് മാത്രമേ അമ്പിയാക്കൾക്കുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ്. അൽ മർഉ യഖീസു അലാ നഫ്സി, സ്വന്തത്തിനെ മറ്റുള്ളവർ ഖിയാസാക്കാൻ പാടില്ല. നമ്മൾക്ക് അല്ലാഹു സാധാരണയിൽ കഴിവ് നൽകി, എന്നാൽ അസാധാരണ വ്യക്തിത്വങ്ങൾക്ക് അസാധാരണമായ കഴിവുകളും അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആലിമുൽ ജമാഅത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് താബിയാണ്. അവിടത്തേക്ക് അത്രമാത്രം കഴിവുകളും പവറും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചം പടക്കാൻ കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അവിടുത്തെ പ്രകാശം കൊണ്ടാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഇഖ്തിയാറാത്തും ആ തസറുഫാത്തും എല്ലാം മുമ്പിൽ വെച്ചുകൊണ്ടിട്ടാണ് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുമെന്ന വിശ്വാസമാണ് അഹ്ലുസുന്നക്കുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇത്തരമുള്ള ആയത്തുകൾ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഹക്കിന്റെ അഹ്ലുകാർ മുഴുവനും വിശ്വസിച്ചു പോകുന്ന അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഖ്തിയാറാത്തും തസറുഫാത്തും ജനങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവിടുന്ന് മുഅ്ജിസാത്ത് വെളിവാക്കും. 90,000-ഓളം മുഅ്ജിസത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് എന്ന് ശിഹാബുദ്ദീൻ ഖലീബി റഹ്മത്തുള്ളാഹി അലൈഹി ഹാഷിയ കൻസിർ റാഗിബീനിൽ രേഖപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പവർ, ആ മുഅ്ജിസത്തുകൾ ഉള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ മക്ക മുശ്രിക്കീങ്ങളോ അല്ലെങ്കിൽ മറ്റോ വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് റെഡി ആവുകയാണ്. ചന്ദ്രൻ 2 പിളർപ്പാകണം, റസൂലുള്ളാഹി തങ്ങൾ ഇതെനിക്ക് കഴിയില്ല എന്നല്ല, അള്ളാഹു എനിക്ക് ആ കഴിവ് നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് ചന്ദ്രത്തെ 2 പിളർപ്പാക്കുന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ വിശ്വാസം അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധവേളയിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് വെള്ളത്തിന് ആവശ്യപ്പെട്ടപ്പോൾ വിരലുകൾ വെള്ളപ്പാത്രത്തിൽ വെച്ച് കുറഞ്ഞ വെള്ളം 1500ഓളം വരുന്ന സ്വഹാബത്തുകൾ റളിയല്ലാഹു അൻഹുക്ക് ഒതുകൊടുക്കാനും മറ്റും മതിയാകുന്ന വിധത്തിൽ വെള്ളത്തിന്റെ തക്സീർ, വെള്ളത്തിന് അധികരിപ്പിക്കുക എന്ന മുഅ്ജിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു എനിക്ക് കഴിവ് നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി ആസാബിൻ നബിയിൽ മുത്തബ യലീഹു മാഉ സംസം, ആ തുടങ്ങിയ ബൈത്തുകൾ സൂചിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് മുബാറക. എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ തുല്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര ധാരാളം ഇഖ്തിയാറാത്തും തസറുഫാത്തും നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമാത്രം പവറുകൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് ആയാത്തിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണ് മഹാന്മാർ ഇത് പഠിപ്പിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല വിഷയത്തിലും 30-40 ആളുകളുടെ ശക്തി ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് അൻവാറുൽ മുഹമ്മദിയ മിനൽ മവാഹിബിൽ ലദുനിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവറുകൾ. അപ്പൊ അതുകൊണ്ട് ആ പവറുകൾ അള്ളാഹു നൽകിയത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ നടത്തുന്നത്, അവരോട് സഹായം തേടുന്നത്. ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ എല്ലാ ആസാറു ഷരീഫ, അവിടുത്തെ ആളാഉ ഷരീഫയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും ഖൈറും ലുത്ഫും ആഫിയത്തും ഇസ്തിഖാമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് വരെ ഹഖിന്റെ അഹ്ലുകാർ മൗലൂദ് ഷരീഫുമായി ബന്ധപ്പെട്ട, മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട, ഖിയാം മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളുടെ എല്ലാം ദറജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ഹളറത്തിൽ വെച്ച് മദ്ഹ് പാടുന്ന സ്വഹാബത്തടക്കം അതിന്റെ ശേഷമുള്ള സർവ്വ മഹത്തുക്കളുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അവരൊക്കെ
മദദ്, ഹിമായത്ത്, ഷഫാത്ത് നൽകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ ഇഷ്കും മഹബ്ബത്തും അവിടത്തോടുള്ള ബഹുമാനവും എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി وصائر الماضحين والمحبين والعاشقين وأسلافهم وأخلافهم وجميع المؤمنين والمؤمنات والحمد لله رب العالمين. دعاء وصيتوടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.